അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ. കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ ധനശേഖരണവും നടന്നുവെന്ന് ഇൻകം ടാക്സ് റെയ്ഡിൽ വ്യക്തമായിട്ടും അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മതം പറഞ്ഞും മതനേതാക്കളെ ഉപയോഗിച്ചും അൽ മുക്താദിർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം തട്ടിയെടുത്തത് 2000 കോടിയിലേറെ രൂപയാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് വീണ്ടും ചേരുന്നു. പ്രശാന്ത്, വലിയ തട്ടിപ്പ്, 2000 കോടി രൂപയുടെ തട്ടിപ്പ്, അതും അതിലേറെയും മലയാളികളെയാണ്. നോക്കൂ, തട്ടിപ്പുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടും ഇൻകം ടാക്സ് റെയ്ഡിൽ അത് വ്യക്തമായിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നു? കൃഷ്ണരാജ്, അതുതന്നെയാണ് വലിയ രീതിയിൽ ചോദ്യചിഹ്നമായി ഉയരുന്നത്. വ്യാപകമായി സംസ്ഥാനത്തുടനീളം ഈ അൽ മുക്താദ് ജ്വല്ലറിക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്, FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത് 400-ലധികം FIR-കൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ രീതിയിൽ പലയിടങ്ങളിൽ വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും, അതായത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇൻകം ടാക്സ് റെയ്ഡിൽ വലിയ രീതിയിൽ ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതോടൊപ്പം തന്നെ മണി ചെയിൻ മാതൃകയിൽ ധനസമാഹരണം എന്നതടക്കമുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ തെളിയുകയും ചെയ്തു. എന്നിട്ടും സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്ന സമീപനം ആണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇതുവരെ അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമയ്ക്കെതിരെയോ ഉടമ മൻസൂറിനെതിരെയോ അല്ലെങ്കിൽ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ട് ആണ് ഇത്തരമൊരു സമീപനം, എന്തുകൊണ്ടാണ് മൻസൂറിനെ സംരക്ഷിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയും ചെയ്യുന്നു. വലിയ രീതിയിൽ ഉള്ള, അതായത് ഒരു സംസ്ഥാന വ്യാപകമായി ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഈ മൻസൂർ നടത്തിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിന് മറ്റ് മതനേതാക്കളെ ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതിൽ ഒരു വലിയ ഭൂരിഭാഗവും തട്ടിപ്പ് നടത്തിയത്. അതിലും ആ ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായതിൽ ഏറിയ പങ്കും. കാരണം അവരുടെ ജീവനാംശമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലത്തിൽ സമ്പാദിച്ച പണം സ്വരുക്കൂട്ടി മകളുടെ കല്യാണത്തിന് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും കരുതി വെച്ച പണം, ആ പണം ജ്വല്ലറി നിക്ഷേപിക്കും, നിങ്ങൾ പറയുന്ന സമയത്ത്, ആവശ്യപ്പെടുന്ന സമയത്ത് പലിശരഹിതമായിട്ട്, അതായത് പണിക്കൂലി രഹിതമായിട്ട് സ്വർണം നൽകാം. അത് മാത്രമല്ല, നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ നിന്നൊരു പലിശ എന്ന നിലയിൽ ഒരു മാസം ഒരു പലിശ കൂടി ഈ കമ്പനി നൽകും, അതായത് അൽ മുക്താദ് ജ്വല്ലറി എന്ന ഗ്രൂപ്പ് നൽകും എന്നതടക്കമുള്ള മോഹന വാഗ്ദാനങ്ങൾ കൂടി നൽകുകയും, അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, മണി ചെയിൻ മാതൃകയിൽ ധനസമാഹരണം നടത്തിയെന്ന കണ്ടെത്തൽ, ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കണ്ടെത്തൽ എന്ന് പറഞ്ഞത്. ഇത്തരം രീതിയിൽ ആണ് ഈ കുറ്റകൃത്യം നടത്തുന്നത്. അത് വ്യാപകമായിട്ട് ശൃംഖല വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സ്ഥാപനത്തിൽ തന്നെ, ഒരു ജ്വല്ലറി സ്ഥാപനത്തിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരമാവധിയിൽ ആളുകളെയാണ് അവിടെ ജീവനക്കാരായി നിയോഗിച്ചത്. ഈ ജീവനക്കാരെ നിയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇത് സമാനമായ ഈ രീതിയിൽ തന്നെ വരുന്ന കസ്റ്റമർ, അതായത് ഒരു ജ്വല്ലറിയിൽ വരുന്ന കസ്റ്റമറെ സമീപിക്കുവാനും അവരുടെ പേര് വിവരങ്ങളും പ്രാദേശിക സ്ഥലങ്ങളും ശേഖരിക്കുകയും അതുവഴി അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ പണം നിക്ഷേപിക്കുവാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തു. ഇത് ഇത്തരം രീതിയിൽ തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധവും ശക്തമാണല്ലോ. അവരെ പോലും സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് മറച്ചു വയ്ക്കാം, അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴല്ലേ കൂടുതൽ കുഴപ്പമാകുന്നത്? കൃഷ്ണ, തീർച്ചയായും. കാരണം പ്രതിഷേധിക്കുന്നവരുടെ പ്രതിഷേധം കൂടി കണക്കിലെടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധം ശക്തമായ രീതിയിൽ അവർ നടത്തിയിരുന്നു. കാരണം ഓരോ വ്യക്തിയിൽ നിന്നും നഷ്ടപ്പെട്ട തുക എന്ന് പറയുന്നത് 10 ലക്ഷത്തിനും ഒരു 30-40 ലക്ഷത്തിനും ഇടയിലുള്ള തുകയാണ്. അത്രയും വലിയ തുകയാണ്. 10 ലക്ഷം നിക്ഷേപിച്ചവരുണ്ട്, 20 ലക്ഷം നിക്ഷേപിച്ചവരുണ്ട്, അതോടൊപ്പം തന്നെ 30-40 ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകളും ഈ ഉപഭോക്താക്കളായിട്ട് ഇതിലുണ്ട്. ഇവരെല്ലാമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫോറം എന്ന നിലയിൽ ഒരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് പ്രതിഷേധം നടത്തിയത്. പല സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ആ പ്രാദേശിക പ്രതിഷേധങ്ങൾക്ക് ഫലം കാണാതെ വന്നതോടെയാണ് സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കട്ടെ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് എത്തപ്പെട്ടത്. എന്നിട്ടും സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുന്നൊരു സമീപനമാണ് ഈ അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച
നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയും ഇക്കാര്യങ്ങൾ, അതായത് മൻസൂറിനെ അറസ്റ്റ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക അത് തിരിച്ച് ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട അതായത് ഈ അൽമുക്താദ് ജ്വല്ലറിക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ടെല്ലാം മുന്നോട്ട് പോകാനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ പോലും ഇത്രയും രീതിയിൽ വ്യാപകമായ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും പ്രാഥമികമായിട്ട് ജ്വല്ലറി ഉടമയുടെ ഭാഗത്തു നിന്നും ജ്വല്ലറിയിൽ നിന്നും തട്ടിപ്പ് നടത്തിയെന്ന് തെളിവുകൾ ലഭിച്ചിട്ട് പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അൽമുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ, അത് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ ധനശേഖരണവുമാണ് എന്ന് ഇൻകം ടാക്സ് റെയ്ഡിൽ വ്യക്തമാണ്. മാത്രമല്ല പ്രതിഷേധം മറുവശത്ത് ശക്തവുമാണ്. അതുമല്ല, മതം പറഞ്ഞും മതനേതാക്കൾ ഉപയോഗിച്ചുമാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. എന്നിട്ട് പോലും 2000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പെന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുന്നു? ആ ചോദ്യമാണ് പ്രസക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.